ഗൈസ് മാരത്തോൺ ഓടാൻ വന്നിരിക്കുന്നു. എത്ര കിലോമീറ്ററാണ്? 5K ഓടാൻ. ബാക്കി എല്ലാവരും 41 42. 5K ഓടാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ നമുക്ക് നോക്കാം. UST ക്യാമ്പസിനകത്ത് കയറി ഇത് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണിച്ചു തരാം. താമസിച്ച് പോലും കുഴപ്പമില്ല. കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടി എന്താ ഇട്ട് നോക്കണമെന്നുണ്ട്, പക്ഷേ വീട്ടിൽ ചെന്ന് പിന്നെ ഇട്ട് നോക്കാം. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ ലൂപ്പ്. ഇത് 5K 10Kയുടെ ലൂപ്പ്. ടൈമിങ്സ് ഇത് 21 42. 21 എന്ന് പറയുമ്പോൾ ഒറ്റ ലൂപ്പ്, 42 എന്ന് പറയുമ്പോൾ 2 വട്ടം ഓടണം ഈ ഇതേ ലൂപ്പ്. അപ്പം റൈറ്റ് നൗ ഞങ്ങൾ ജസ്റ്റ് USTയുടെ സ്ഥലങ്ങളൊക്കെ കാണട്ടെ. ഇതാണ് UST. ഇത് പാർക്കിംഗ് അല്ലേ? നമുക്കിത് വഴി നടന്ന് പോയിട്ട് വരാം. ജസ്റ്റ് ഇവിടെ സ്പോർട്സ് അമ്യൂണിറ്റീസ് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. നമുക്ക് കാർട്ട് കിട്ടും. വെയിറ്റ് ചെയ്താ കാർട്ട് കിട്ടും. ഏത് കാർട്ട്? എന്ത് പറയുന്നത്? ഓ മറ്റേ വണ്ടിയോ? അതൊക്കെ അങ്ങനൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്. ഓ എന്തുവാണ് ഗൈസ്? ഇതാണ് UST ഗ്ലോബൽ. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി കുറേ ആളുകൾ ഇവിടെ പ്രയത്നിക്കും ഇവിടെ കിട്ടാൻ. റൂബിന്റെ ആഗ്രഹം ഇതാന്ന് തോന്നുന്നു. ഞങ്ങൾ അവിടെ കയറി ബാക്കിയുള്ളവർ കയറുന്നപ്പോൾ ഞങ്ങൾ കയറി മാരത്തോൺ ഓടാൻ. യെസ്. അപ്പം ശരി ഗൈസ്. അപ്പം ബൈ. ഹലോ ഗൈസ്, ഞങ്ങൾ എഴുന്നേറ്റു. 6:45 ഷോ ആണ്. 6 മണിയായിപ്പം. ഇവിടെ എത്ര മിനിറ്റ് ഉണ്ടോ? 15-20 മിനിറ്റ് അല്ലേ ഉള്ളൂ. വണ്ടി കിട്ടണം. വണ്ടിയൊന്നുമില്ല. റൂബിൻ എവിടെ? റൂബിനെ ഒന്ന് കാണിച്ച് നോക്കി, ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഞങ്ങൾ റെഡിയാണ്. 5 കിലോമീറ്റർ ഉണ്ട്. ഇതുവരെ ജീവിതത്തിൽ ഓടിയിട്ടുണ്ടോ നീ? പിന്നല്ല. ഫസ്റ്റ് ടൈം ആണെങ്കിലും എന്തേലും പറയടാ മോനെ. റൂബിൻ രാവിലെ മൂക്കടപ്പ് തുടങ്ങി. റൂബിന് ഷൂ ഇടുവാണ്. ഞാൻ ഏത്തക്ക കഴിക്കുകയാണ്. എനിക്കൊന്നും അറിഞ്ഞൂടാ. നോട്ട് പ്രിപ്പയർഡ് അറ്റ് ഓൾ. എന്നാലും 5 കിലോമീറ്റർ ഓടാൻ പറ്റുമായിരിക്കും. ഇതൊരു സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ നോക്കാം. രാവിലെ എണീറ്റൊരു സുഖമില്ല. ഓക്കെ, സോ USTയിൽ കാണാം. UST നമ്മൾ കണ്ടിരിക്കുക. ഓട്ടോട്ടി ഒരു 8 മിനിറ്റ് കടകളിൽ പോകും. 6:30 ആകുമ്പോഴത്തേക്ക് അവിടെത്തും. 6:45 ഞങ്ങളുടെ ഫ്ലാഗ് ഓഫ്. സോ UST ചെന്നിട്ട് കാണാം. ഞങ്ങൾ UST എത്തി. കറണ്ടിൽ ഞങ്ങൾ സ്റ്റാർട്ട് പൊസിഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരോ ഛർദ്ദിക്കുന്നു. ദിസ് ഈസ് ദ കിടിലം എക്സ്റ്റീരിയർ ഓഫ് ദ UST ക്ലബ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഓടിയല്ലോ, ഓടുന്നു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോബിൻ 5 കിലോമീറ്ററാണ്. കുറേ പേരുണ്ട് 5 കിലോമീറ്റർ. വെള്ള ടീഷർട്ട് എല്ലാവരും 5 കിലോമീറ്റർ എന്നാണ്. ഇതെല്ലാം 5 കിലോമീറ്റേഴ്സ് ഒക്കെ കണ്ട. എൻ്റെ മോന് ഫ്ലാഗ് ഓഫ് ആയിട്ടുണ്ട്. നമ്മൾ 8 മണിയാകുമ്പോൾ തിരിച്ചെത്തും. 8 മണിയല്ല, നമ്മൾ 7:30 അവിടെ തിരിച്ചെത്തി. എന്താ ഷോർട്ട് കട്ട് വല്ലതും ഉണ്ടോ? ഇല്ല, വിജയത്തിന് ഷോർട്ട് കട്ട്സ് ഇല്ല. ഹൈ പറയണ്ട. 20 പുഷപ്പ് പഠിപ്പിക്കും കേട്ടോ. ഓടിക്കും. 20 പുഷപ്സ് ആണ് ഹൈ പറയുന്നത്. ഫുള്ളുണ്ട്. അപ്പൊ ഞങ്ങൾ ഓടാൻ തുടങ്ങട്ടെ. ഇതാണ് ഗൈസ് ട്രിവാൻഡ്രം. ഡേറ്റ് എന്നാ 12th ഒക്ടോബർ. ട്രിവാൻഡ്രത്ത് നോക്ക്. NS റോഡ് ഫുള്ള് ബ്ലോക്ക് ആക്കിയിട്ടിട്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് കാണാം. പിന്നെ കാണാം. റൂബിൻ പോയി. പോയി. ഹാഫ് റേസസ് എത്താറായി ഗൈസ്. ജസ്റ്റ് ഹാഫ് എ കിലോമീറ്റർ മോർ. ബാക്കി കൊണ്ട് ഓടട്ടെ. ഇനി I can see the finish line guys.
ഹലോ ഗൈസ്, വി ആർ ബാക്ക്. ലുക്ക് അറ്റ് ദിസ്. ഇത് വെറും എന്തോ വാമപ്പാണ് അല്ലേ? ഇത് വെറും തുടക്കമാണ്. ഞങ്ങൾ ഇതുവരെ ഓടിയിട്ടില്ല, ഓടാൻ വേണ്ടി ചെയ്ത് നോക്കിയതാ. കൊള്ളായിരുന്നു അല്ലേ? യെസ്. അടുത്ത വർഷവും വരും. ഓടാൻ നോക്കണം. 5 കിലോമീറ്റർ ഓടിയുള്ളൂ. അതിനകത്ത് ടോട്ടല് 2 കിലോമീറ്റർ ഓടിക്കാണ്. കൂടിപ്പോയാ 2 കിലോമീറ്റർ ഓടിക്കാണ്. അത്രയൊക്കെ ഉള്ളു. ഇവിടുത്തെ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വന്ന് കളക്ട് ചെയ്ത അതേ സ്പോട്ടാണിത്. ലൈക്ക് കോർട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഫുട്ബോൾ കോർട്ട്, ഫൗണ്ടൈൻ. 10 നമ്മളൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയം ഞങ്ങൾ 5 കിലോമീറ്റർ ഓടുകയും ചെയ്ത് തിരിച്ചും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നടക്കുന്നു ഇത്രയും പേരായിട്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ഓടും, ചുമ്മാ ഓടും. കൊള്ളാം, അവനെ കൊള്ളാം. ഇത് അടുത്ത വട്ടം നിൽക്കുക 10-29 കിലോമീറ്ററിൻ്റെ സാധനം നമ്മുടെ കാര്യത്തിൽ കിടക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്യും. 5 പറ്റും എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുക. നമ്മൾ സൈനിങ് ഓഫ് അല്ല, നീ ഫുഡ് കാണിച്ചു, ഫുഡ് കാര്യങ്ങളൊക്കെ കാണിച്ചതിലായിരിക്കും. എൻ്റെ കൂടെ അനൂപ് വരാമെന്ന് പറഞ്ഞാൽ അനൂപിന് വരാൻ പറ്റിയില്ല. സം ഹോസ്പിറ്റൽ കേസ് കാരണം. പിന്നെ പാർട്ടിന് വേറെ കുറേ കേസ്. പിന്നെ അഭിജയ്ക്ക് മൂഡ് ഓഫ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കിനി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഇനി വരുമോ അറൂപ? ഇനിയും വരും. ബാക്കി എൻ്റെ നാട്ടിലത്തെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം വരും. അവർ പരമാവധി ഞാൻ പറഞ്ഞു വെച്ചാൽ അവർക്ക് പറ്റിയില്ല. ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. എക്സ്പീരിയൻസ് ആണ്. ഇത്രയും പേര് തിരുവനന്തപുരത്ത് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കില്ലേ? 5 കിലോമീറ്റർ ഒരു ജില്ല മൊത്തം ഉണ്ട്. 5 കേക്ക് ഒരു ജില്ല മൊത്തം. അപ്പം അടുത്ത പറഞ്ഞോട്ട് എത്തും. ഫുഡാ ഇതൊക്കെയുണ്ട്. പറ കടല, ബേക്കറി, അപ്പം, പുഴുങ്ങിയ ഏത്തയ്ക്ക, ഉപ്പുമാവ്, കേസരി, മുട്ട. എൻ്റെ തന്നെ ഞാൻ പുഴുങ്ങിയ ഏത്തയ്ക്ക എടുത്തില്ല, 2 മുട്ട എടുത്ത്, കടലക്കറി, ഉപ്പുമാവ്, കേസരി. അപ്പം റൈറ്റ് നൗ കഴിച്ചുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഓർഗനൈസേഷൻ വാസ് വെരി ഗുഡ് ഗൈസ്. ഓർഗനൈസേഷൻ വാസ് വെരി ഗുഡ്. ഗൈസ്, വി ആർ ബാക്ക്. അപ്പം ഫുഡ് കഴിച്ചു. ഇപ്പോൾ തിരിച്ച് നടക്കുമല്ലേ? യെസ്, തിരിച്ച് നടക്കുക. അപ്പം ഇപ്പം എത്ര മണി? 9 മണിയാണ്. 8:50 ടൈം നോക്കട്ടെ. അങ്ങനെ 9 മണി. കറക്റ്റ് 9 മണി. 9 മണിയായി. പരിപാടിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് നടക്കുകയാണ്. നടക്കാൻ പോവുക. നടക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ ഫ്ലാറ്റ് എത്തുമായിരിക്കും. നോക്കാം നമുക്ക് എങ്ങനെ ഫ്ലാറ്റ് എത്തുമെന്ന്. സോ ഫീലിംഗ് എങ്ങനെയുണ്ട്? ഗുഡ് ഓവറോൾ. ഇതോടുകൂടി നമ്മൾ സൈൻ ഓഫ് ചെയ്യുമോ? എങ്ങനെയുണ്ട്? കൊള്ളാം. ഇനി വരുമല്ലോ? നെക്സ്റ്റ് ഇയർ കാണാം. ഞങ്ങൾ വരും. കൂട്ടുകാരെല്ലാം വിളിച്ചുകൊണ്ട് വരും. ഇറ്റ് വാസ് എ പ്രിറ്റി ഗുഡ് എക്സ്പീരിയൻസ് ഗൈസ്. വരണം, ട്രൈ ഔട്ട് ചെയ്യണം. നമ്മുടെ ബോഡി ഒന്നിനും കേപ്പബിൾ അല്ലാതെ മനസ്സിലാവും. ഞങ്ങൾ എന്ന് വെച്ചാൽ നോൺ സ്റ്റോപ്പായിട്ട് ഓടാൻ പറ്റിയിട്ടില്ല ഇതുവരെ. നോൺ സ്റ്റോപ്പായിട്ടൊന്ന് ഓടാൻ പഠിക്കണം. ജിമ്മിൽ മാത്രം പോയിട്ട് കാര്യമില്ല. റണ്ണിങ് ഇസ് വേറൊരു കാറ്റഗറി തന്നെ. അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ എൻഡ്യൂറൻസ് കൂട്ടണം. ആണ് UST ഗ്ലോബൽ. ട്രാൻഡറുള്ളവർക്ക് അറിയായിരിക്കും. സോ കീപ്പ് റണ്ണിങ് ഗൈസ്. ഇതുപോലത്തെ എക്സസൈസുകൾ ചെയ്യുക. മോട്ടിവേറ്റ് യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ ഇതോടുകൂടി ഞങ്ങൾ ജ്യൂസ് കുടിക്കട്ടെ. എന്തെറ്റി? ജ്യൂസ് കുടിക്കണം. ജ്യൂസ് കുടിക്കുക. സൈൻ ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സൈൻ